ചെറുപുഴ പഞ്ചായത്തിലെ 12ാം വാർഡിൽപ്പെട്ട തിരുമേനി മുതുവം പരുത്തിക്കല്ല് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ പഞ്ചായത്തിലെ 12ാം വാർഡിൽപ്പെട്ട തിരുമേനി മുതുവം പരുത്തിക്കല്ല് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പരുത്തിക്കല്ല് റോഡ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയുടെ പ്രതീകമാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം കാൽനട യാത്രികർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നിട്ടും റോഡുകളുടെ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്ന 1 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്പിൽ ഓവർ ആക്കിയെന്നും UDF നേതാക്കൾ പറഞ്ഞു. വാഗ്ദാനമായിരുന്നു ഈ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന റോഡ് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പഞ്ചായത്തിന്റെ കണ്ണു തുറക്കാൻ കഴിയാത്ത ഈ അവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം UDFന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടുകാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം പോലുമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ റോഡ്, പ്രത്യേകിച്ച് ഈ സമീപ പ്രദേശങ്ങളിലുള്ളതിൽ ഈ തിരുമേനി മുതുവം പരുത്തിക്കല്ല് റോഡ് അടിയന്തരമായിട്ട് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനി ഏതാനും നാളുകൾ മാത്രമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പുതിയ ഭരണസമിതിയിലേക്ക് നീങ്ങുമ്പോൾ എന്തുകൊണ്ട് നിലവിലുള്ള റോഡ് പോലും ഗതാഗത യോഗ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ വളരെ അതിശയത്തോടു കൂടി കാണാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരുപാടെണ്ണം നിർവഹിക്കാനുണ്ട്, അത് പിന്നീട് പറഞ്ഞുകൊള്ളാം. പക്ഷെ ഇപ്പോൾ ഈ അടിയന്തര ജനങ്ങളെ ബാധിക്കുന്ന ഈ അടിയന്തര ഗതാഗത സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിലെ കുഴിയിൽ വാഴകൾ നട്ട് പ്രതിഷേധിച്ചു. റോഡ് ഗതാഗത യോഗ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ പഞ്ചായത്ത് ഭരണകൂടം തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായി തീരുമെന്നും UDF കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. തിരുമേനി പരുത്തിക്കല്ല് റോഡിൻ്റെ ശോച്യാവസ്ഥ നേരിൽ കണ്ട് പഞ്ചായത്ത് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഉള്ള പരീക്ഷണത്തിലാണ്. ഈ റോഡ് കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി. ചെറുപുഴ പഞ്ചായത്തിൻ്റെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി തീർത്ത് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ളതാണ് UDFൻ്റെ ആവശ്യം. ഇത്രയും ശോചനീയമായ നിലയിലായിട്ടും യാതൊരു നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിലെ മുഴുവൻ റോഡുകളും യഥാവിധി ഗതാഗത യോഗ്യമാക്കി തരുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ LDFൻ്റെ മെമ്പർ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ നിലവിലുള്ള റോഡ് പോലും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കാൽനടക്കോ അല്ലെങ്കിൽ യാത്രക്കോ സൗകര്യപ്രദമായ രീതിയിൽ ആക്കാനോ സാധിക്കാതെ ഇരുട്ടിത്തപ്പുകയാണ് പഞ്ചായത്തും മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ. അടിയന്തരമായും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം UDF ഏറ്റെടുത്ത് നടത്താൻ നിർബന്ധിതമാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായും ഇടപെടലുണ്ടാകണം എന്ന് UDF ആവശ്യപ്പെടുകയാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലെയും ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി അതിശോചനീയമാണ് എന്ന് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ചെറുപുഴ പ്രധാന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന മുഴുവൻ പഞ്ചായത്ത് റോഡുകളും ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ചെറുപുഴ പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ട ആളുകൾ പോലും പാടിയോട്ടുചാലിലും മറ്റും പോയി കാര്യങ്ങൾ നിർവഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇത്രമാത്രം കെടുകാര്യസ്ഥയും ഉത്തരവാദിത്തമില്ലായ്മയും കാണിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു റോഡിന്റെ മാത്രം സ്ഥിതിയാണ്. ഇത്തരത്തിൽ എല്ലാ റോഡുകളും വളരെ ശോചനീയമാണ്. കഴിഞ്ഞ 1 കോടി രൂപ വാർഷിക പദ്ധതിയിൽ റോഡ് വികസനത്തിന്റെ സ്പിൽ ഓവറാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലുള്ളത്. അതിനെയൊക്കെ പറയുന്നതിനെ ദാർഷ്ട്യത്തോടുകൂടി നേരിടുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചു പോകുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പോക്കെങ്കിൽ UDF അതിശക്തമായ ജനകീയ
സമരവുമായി മുന്നോട്ട് വരും എന്നാണ് അറിയിക്കുവാനുള്ളത്. ഗതാഗത യോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇത്രയേറെ ഗതാഗത യോഗ്യമല്ലാത്ത മറ്റ് പ്രദേശങ്ങൾ ഉണ്ടാവുമോ എന്ന് തന്നെ സംശയിക്കുന്നുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാന്റെ വാർഡിലുള്ള റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒറ്റ റോഡിൽ കൂടെയും സുഗമമായ യാത്രാ സൗകര്യം യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഇതേപോലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണസമിതി കഴിഞ്ഞ ഒരു കാലത്തും ഈ ചെറുപുഴ പഞ്ചായത്തിലുണ്ടായിട്ടില്ല. ഈ ജനങ്ങളോടുള്ള വെല്ലുവിളി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് എല്ലാവിധ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് UDF ആവശ്യപ്പെടാനുള്ളത്. UDF ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട, TP ശ്രീനിഷ്, തോമസ് നാഗനൂലിൽ, ജോർജ് ചെമ്പരത്തി, സിനോ ആടിമാക്കൽ, സജി ഓലയിടത്ത് എന്നിവരും UDF സംഘത്തിലുണ്ടായിരുന്നു. സംസാരിച്ചാൽ മതി. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.